കയറിക്കൂടാ. ഇവിടെ പോന്ന നിക്ക് ഇങ്ങോട്ട് നോക്കിയിട്ട് ചിരിക്ക്. ആ ഇനിയുണ്ടാ? ഇത് ചെറു തക്കാളി, ഇത് മുന്തിരി തക്കാളിയാന്ന് തോന്നുന്നു. അല്ല ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റ് ഉണ്ടാ? ഇത് സൂപ്പർ. കാണിക്ക് എങ്ങനെ. ആ സൂപ്പർ. മീ എല്ലാം ഫിനിഷ് ചെയ്യൂ. ഉമ്മച്ച വരുമ്പോ ഇവിടെ ഒന്നും കാണത്തില്ലേ? ഇച്ചിരി ബാക്കി വെക്കുവോ? ഇച്ചിരി ബാക്കി വെക്കുവോ? എല്ലാം തീർക്കുവോ? പല പരീക്ഷണങ്ങളുമാണ് ഉമ്മ ഇവിടെ നടത്തിയേക്കുന്ന. അത് കാണിക്കണ്ട. അയ്യോ സൂപ്പർ മതി, വിശ്വസിച്ചു. ഇതെന്തുവാ മുദ്രയൊക്കെ കാണിച്ചു നിൽക്കുന്ന. അപ്പം അങ്ങനെ പല പല വെറൈറ്റികളും ഉമ്മ എന്തൊക്കെയോ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന ഉമ്മയുടെ സ്വന്തം മട്ടുപ്പാവ് കൃഷിയിടമാണിത് കേട്ടോ. ഞാനൊരു എൻ്റെ കുഞ്ഞിലേ മുതൽ ഉമ്മ ഇവിടെ ഈ ഏതാ മറ്റേ ഹവോൾഡാറി സിനിമയൊക്കെ വന്ന ടൈമിലല്ലേ ഒട്ടുമിക്കയിടത്തും മട്ടുപ്പാവ് കൃഷിയൊക്കെ കാണാൻ തുടങ്ങിയത്. പക്ഷേ അതിന് മുന്നേ എൻ്റെ ഉമ്മ ഇവിടെ കൃഷി ചെയ്യുമായിരുന്നു. ഉമ്മക്ക് ഇതൊരു പാഷനാണ്, ക്രേസാണ്, എന്തോ പറയുക, ഒരു പ്രാന്താണ്. മുന്നേ കോഴിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. 16 കോഴി. എൻ്റെ വീടെന്ന് വെച്ചാൽ 7.5 സെൻറ്റിലായിരിക്കുന്നത്. അത് നിറച്ച് വീടുക. അതിലൊരു ഇച്ചിരി ഗ്യാപ്പിലാണ് ഉമ്മ ഈ കോഴിയൊക്കെ വളർത്തിയത്. പിന്നെ എൻ്റെ കല്യാണം അടുപ്പിച്ചൊക്കെ അതൊക്കെ അങ്ങ് നിർത്തിയായിരുന്നു. അപ്പം അങ്ങനെ ക്രേസ് ഉള്ള ഒരാളാണ് കേട്ടോ. ഇത് ഉമ്മക്ക് ആദായമോ വരുമാനമോ ഒന്നുമില്ല, പക്ഷെ ഒരു ഇഷ്ടത്തിനും തുടങ്ങും കേട്ടോ. വീട്ടിൽ സ്ഥലം പോരാഞ്ഞ് കണ്ട അയൽവാസിയുടെ വീട്ടിൽ വരെ നിരത്തിയിട്ടുണ്ട് കേട്ടോ. അവരുടെ ഒരു നല്ല മനസ്സുകൊണ്ട് ഇതിനൊക്കെ സമ്മതിക്കുന്നത് കണ്ട. അവിടെയും വീട്ടിൽ സ്ഥലമില്ല ഇനി മേളി. അപ്പോൾ കണ്ട അതിൻ്റെ മേളിലും അപ്പുറത്തെ വീടിൻ്റെ മേളിലും ഒക്കെ കണ്ട ചെടികളും. മുന്നേ ഇത് നിറച്ച് 10 മണിക്കളായിരുന്നു കേട്ടോ. 10 മണി പൂക്കളായിരുന്നു. അപ്പം അത് കുറേയൊക്കെ അങ്ങ് പോയി, നശിച്ചു പോയി. പിന്നെ കണ്ട ഉള്ളിയുണ്ട്, പിന്നെ മുളക്, പിന്നെ ഏതോ ഒരു ഫ്രൂട്ട് പ്ലാന്റും വെച്ചിട്ടുണ്ട്. ഏതൊക്കെയോ ഒട്ടുമിക്ക ഫ്രൂട്ട് പ്ലാന്റുകളും ഇവിടെ ഉണ്ട്. ഡ്രമ്മിലൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മേളില് അതുകൊണ്ട് ഒരുവിധം ആള് വെളുപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. മൊത്തവും തിന്നട്ടെ ഇവിടുന്ന് ഇറങ്ങത്തോളൂ എന്നാ പറയുന്നത്. പിച്ചിക്കോ? ആ സ്റ്റൂള് വേണ്ട. ഞാൻ ഇങ്ങനെ അവനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചേക്കും കേട്ടോ ആളല്ലാതെ അങ്ങനെ അങ്ങ് നിർത്തിയേക്കൊന്നുമില്ല. എപ്പോഴാ അവൻ്റെ ഒരു കൂളിന് ഇവിടുന്ന് ഇറങ്ങി ചാടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ തക്കാളി മുഷ്ടാവാട്ടോ. ഇങ്ങോട്ട് കയറ്റി വിട്ടാൽ ഇവിടുത്തെ ഉള്ള തക്കാളികളെല്ലാം പിച്ചിക്കൊണ്ട് പോകും. കറിക്കിടുന്നതും ചെറു തക്കാളിയും ഞാൻ ഈ തക്കാളി ഇപ്പോഴാണ് കാണാം, ഇതും പിച്ചിക്കൊണ്ട് പോകുന്നത്. അപ്പം പക്ഷേ ഇതേ സമയം എൻ്റെ സിതു അവൻ ഈ ഒരു പരുവത്തിൽ തക്കാളിയൊന്നും അല്ല കേട്ടോ, വെണ്ടയ്ക്ക. ഇങ്ങനെയും വെണ്ടയ്ക്ക എടുത്ത് കഴിക്കുമോ എനിക്കറിഞ്ഞൂടാ. ഞാനൊന്നും വെണ്ടയ്ക്ക പച്ചക്കൊന്നും തിന്നത്തില്ല. പക്ഷെ ചുമ്മാ വെണ്ടയ്ക്ക ഇരുന്ന് അങ്ങ് തിന്നുമായിരുന്നു. കടിച്ച് അങ്ങ് തീർക്കുമായിരുന്നു ആള്. വീട്ടുവരട്ടിക്കൊന്നും ഒന്നും കിട്ടത്തില്ലായിരുന്നു. തക്കാളിപ്പിടി